ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, അതായത് ജെൻസിയുടെ രാഷ്ട്രീയം അതുമായിട്ട് ജെല്ല് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധി, അതായത് ഇന്ത്യയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? ഇതാണ് ചോദ്യം. നിങ്ങൾ കേട്ട് കാണും. ശശി തരൂർ കോൺഗ്രസിൻ്റെ ACC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ പറയുന്ന ജെൻസി പ്രൊട്ടസ്റ്റിന് രാഹുലിന് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പലയിടത്തും പറഞ്ഞത്. എന്തുകൊണ്ടാണ് രാഹുലിന് പ്രാധാന്യം ഉണ്ടാകാതെ പോയതിൻ്റെ കാര്യം? പലയിടത്തും രാജസ്ഥാനിലെ കോട്ടയാണെങ്കിലും മറ്റു പല ഭാഗത്തും, ഡെറാഡൂണിലാണെങ്കിലും മറ്റു പലയിടത്തുമൊക്കെ നീറ്റ് എക്സാമിനേഷനായിട്ട് രാഹുൽ ഗാന്ധി പോയി പ്രസൻറ്റേഷനും പരിപാടികളും അവിടെ കുട്ടികളൊക്കെ കൂടി. മനസ്സിലാക്കുക, ആ കുട്ടികളൊക്കെ കൂടിയത് ഓർഗാനിക് അല്ല. അത് കാര്യം മനസ്സിലാക്കണം. അവരുടെ പാർട്ടി പ്രവർത്തകർ പാർട്ടി പ്ലാറ്റ്ഫോമിനകത്ത് നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളാണ്. എപ്പോഴും ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് ആയിരിക്കണം. ഓർഗാനിക് പ്രൊട്ടസ്റ്റിനെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിനകത്ത് ഇന്ത്യയിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റും അതേപോലെ തന്നെ ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന ന്യൂസ് പേപ്പറാണ് ഫിനാൻഷ്യൽ ടൈംസ്. അതിനകത്തൊരു കൃത്യമായൊരു വാർത്ത വന്നു. വളരെ കൃത്യമായ വാർത്തയാണ് വന്നത്. ഇന്ത്യയിലെ 18-നും അതായത് 29-ഉം വയസ്സുള്ളവരുടെ എണ്ണമെന്ന് പറയുന്നത് ഏകദേശം 370 മില്യനാണ്. ഏകദേശം 37 കോടി ജനങ്ങളാണ്. ചെറുപ്പക്കാരാണ്, അതിൻ്റെ വിദ്യാർത്ഥികളുമുണ്ട്, ജോലിയുള്ള ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുമുണ്ട്. ഇവരെ കണക്ട് ചെയ്യാൻ, അതായത് ഇവരെ പ്രോപ്പറായിട്ട് ജെൻസിയെ കണക്ട് ചെയ്യാൻ നരേന്ദ്രമോദിക്കും BJPക്കും പ്രത്യേകിച്ച് RSSനും കഴിഞ്ഞില്ല. അപ്പം അവിടെയാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇന്ത്യ ഭരിക്കുന്ന BJPക്കും മോദിക്കും അതിനെ പിന്താങ്ങുന്ന RSSനും കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ കാര്യങ്ങൾ, അതായത് ജെൻസിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രൊട്ടസ്റ്റ് ആണെങ്കിലും അവരുടെ പ്രതിഷേധങ്ങളാണെങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഫെയിലിയറായി? കൃത്യമായിട്ട് പറയാം. എൻ്റെ മകള് ജെൻസിയാണ്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുവാണ് ഡൽഹിയിൽ പൊളിറ്റിക്കൽ സയൻസിൽ. എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇതേപോലെ മറ്റു പലരും ചോദിച്ചു. കാരണം ജെൻസി പ്രൊട്ടസ്റ്റുമായിട്ട് മകളുടെ കൂട്ടുകാരികളാണെങ്കിലും മറ്റു പലരും ചോദിച്ച ചോദ്യമുണ്ട്. ഏകദേശം 30 ദിവസം രാഹുൽ ഗാന്ധി വെയിറ്റ് ചെയ്തു CJPയുടെ സമരത്തിന്. ഇതാണ് പ്രാധാന്യം. അവർ പല ആവർത്തി രാഹുൽ ഗാന്ധി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വരാൻ. അതേപോലെ സോനം വാങ്ചുക് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, രാഹുൽ ഗാന്ധി ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രൊട്ടസ്റ്റ് ആശുപത്രിയിൽ പോയി, അതായത് നാരങ്ങ നീര് കൊടുത്ത് നിർത്തേണ്ടത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നില്ല? ഇതേപോലെ ചോദ്യം ഇപ്പം ചെറുപ്പക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ജാർഖണ്ഡിൽ 12 ദിവസമായിട്ട് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ച അവിടുത്തെ ജാർഖണ്ഡിലെ പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ചോദ്യപേപ്പർ ലീക്കുമായിട്ട് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇന്ന് വരെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർക്ക് അവരുമായിട്ട് എന്തുകൊണ്ട് അവരെ ഒന്ന് പോയി കണ്ടില്ല? ഇത് ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇതൊക്കെ ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ജനങ്ങളെക്കാളുപരി ഈ പറയുന്ന യങ്സ്റ്റേഴ്സ്, അതായത് എലക്റ്റഡ് ആയിട്ട് വന്ന കോൺഗ്രസ് പാർട്ടിയുടെ LOP ലീഡർ ഓഫ് ഓപ്പോസിഷൻ, യങ്സ്റ്റേഴ്സിന് താല്പര്യമുണ്ട് അവരുടെ കാര്യങ്ങൾ ഇൻ്റർവീൻ ചെയ്യാൻ. എന്തുകൊണ്ട് രാഹുൽ ഇൻ്റർവീൻ ചെയ്യുന്നില്ല? ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ? ഞാൻ ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി മൊണ്ണയെന്ന് വിളിക്കുന്നില്ല. കാരണം കമൻ്റ് ഇട്ട ഒരാൾ പറഞ്ഞു ഞാൻ മൊണ്ണയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വലിയ പ്രശ്നമാണ്. എനിവേ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന ചില പോയിന്റുകളുണ്ട്. അത് ഞാൻ റിസർച്ച് ചെയ്തെടുത്ത സംഭവമാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം, രാഹുൽ ഗാന്ധി നേരിടുന്ന പ്രശ്നം, കോൺഗ്രസ് പാർട്ടിക്ക് അത് രാഹുൽ ഗാന്ധിയെ അഡ്വൈസ് ചെയ്യുന്ന കുറച്ച് കിഴങ്ങന്മാരുണ്ട്, ഇൻക്ലൂഡിങ് KC വേണുഗോപാൽ. എന്തുകൊണ്ടാണ് ഇവർക്ക് പറയാൻ കഴിയാഞ്ഞത് ഇന്ത്യയുടെ യങ്ങർ ജനറേഷൻ്റെ ട്രെൻഡ് എന്താണെന്ന്? അവർക്ക് ജോലിയും ഈ എഡ്യൂക്കേഷൻ മാത്രമൊന്നുമല്ല അവരുടെ ഇഷ്യൂ. അവർക്ക് മൾട്ടിപ്പിൾ പല ഇഷ്യൂസ് ഉണ്ട്. എൻവയോൺമെൻറ്റിൽ അവർക്കൊരു ഇഷ്യൂ ആണ്. ഡൽഹിയിലെ മറ്റ് സിറ്റികളിലെ പൊല്യൂഷൻ അവർക്കൊരു ഇഷ്യൂ ആണ്.
ഇന്ത്യയിലെ വനങ്ങൾ ഇതേപോലെ ഈ വലിയ വലിയ കോർപ്പറേറ്റുകൾ അവർ ഇന്ത്യയുടെ കാടുകൾ മുഴുവൻ വെട്ടിക്കൊണ്ടുപോയി അവിടെ മൈനിങ് നടത്തുന്നു. അതവരുടെ ഇഷ്യൂ ആണ്. ഇന്ത്യയുടെ ട്രൈബൽ കമ്മ്യൂണിറ്റി, ദളിത് കമ്മ്യൂണിറ്റി അവരെ താറടിക്കുന്നു ഈ BJP, അതേപോലെയുള്ള RSS, സംഘപരിവാറും. അതവരുടെ ഇഷ്യൂ ആണ്. മനസ്സിലാക്കുക. ഈ ജെൻസി, ഞാൻ ഈ പറയുന്ന 18 മുതൽ 27 അല്ലെങ്കിൽ 30 വയസ്സുള്ള ഈ 37 കോടി ജനങ്ങൾ, 370 മില്യൺ, ഇവർക്ക് മതമില്ല. വലിയൊരു ശതമാനത്തിനും ഇവർക്ക് ജാതിയില്ല, ഇവർക്ക് പശുവില്ല, പശു പൊളിറ്റിക്സ് ഇല്ല, പശു ചാണകമില്ല, മൂത്രമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഫണ്ടമെൻ്റൽ തിയറി. ഈ തിയറി കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം. കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി, ഈ കുട്ടികളെല്ലാം, ഈ പറഞ്ഞ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം ജനിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി 2014 വരുമ്പോൾ 10 വയസ്സും 12 വയസ്സും 14 വയസ്സുള്ള കുട്ടികളാണ്. അവരാണ് ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്നത്. അവർ കാണുന്നത് ഈ പ്രധാനമന്ത്രി മോദിയാണ്, അയാളുടെ കള്ളത്തരങ്ങളാണ് കാണുന്നത്, അയാളെ പൊക്കി നടക്കുന്ന അവരുടെ പേരൻസിനെയാണ് കാണുന്നത്. പിന്നീട് അവരുടെ പേരൻസിനെ പോലും തിരുത്തും. അതാണ് പ്രാധാന്യം. കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി അവർ കണ്ടു. ഒരു ജെൻസി കുട്ടിയുടെ ചോദ്യമാണ്, കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി ഞങ്ങൾ കണ്ടു, കോവിഡിനേക്കാളും വലിയ സംഭവമൊന്നുമല്ല മോദി. മനസ്സിലാക്കുക. അവർ വളരെ ഡിറ്റർമൈൻഡ് ആണ്. ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഗുണ്ടായുസും ഒന്നും അവരുടെ അടുത്ത് പോകത്തില്ല. അവർ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കഴിഞ്ഞ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരുടെ അടുത്ത അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അത് വലിയ ഇഷ്യൂ തന്നെയാണ്. അതിനെ നേരെ ചൊവ്വയാക്കാൻ, അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഈ BJPക്കും മോദി ഗവൺമെൻറ്റിനും RSSന് കഴിയുകയില്ല. കാരണം വലിയ ചോദ്യചിഹ്നമാണ്. ഗ്ലോബലായിട്ടുള്ള AI ബ്ലഡ് ബാത്താണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ജോലി ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം BJPയുടെ തന്നെ ഒരു ഫേസ് ഉണ്ട് ഈ നാഷണൽ ചാനലൊക്കെ, രജത് സേത്തി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്തു, ജോലിയില്ല, ജോലി പോയിക്കൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇത് അഡ്രസ്സ് ചെയ്യാൻ മോദി എന്നല്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആര് വന്നാലും കഴിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ അൺട്രസ്റ്റിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് പെട്ടെന്നൊരു ദിവസം അൺട്രസ്റ്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല. ഈ CJPയുടെ മൂവ്മെൻറ്റ് ഇത്രയും പെട്ടെന്ന് കയറി അത് മുഴുവനും പിടിച്ചു കുലുക്കുമെന്ന്. അതായത് BJP, RSS, മോദിയെയും ഇതേപോലെ പിടിച്ചു കുലുക്കി ഷാറ്റർ ചെയ്ത് വലിച്ചു കയറുമെന്ന് ഞാനും സ്വപ്നമൊന്നും കണ്ടില്ല, പക്ഷെ വലിച്ചു കയറി. അതാണ് പറയുന്നത്, അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതുകൊണ്ട് ഈ പറയുന്ന ഇൻസ്റ്റയുമായിട്ട് മോദി വന്നിരിക്കുന്നത് ഇത് ഡാം ഫെയിലിയർ ആകും 100%. ഇതിന് ഈ പ്രത്യേകിച്ച് വലിയ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല. അതായത് ഇന്നത്തെ ഞാൻ ഈ പറയുന്ന ജെൻസി ജനറേഷന് നരേന്ദ്രമോദി ഒരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് അയാൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കൊന്നടങ്കം മോദി പറയുന്നതിന് 1% വിശ്വാസമില്ല, ട്രസ്റ്റ് ഇല്ലാതായി. ആലോചിച്ച് നോക്കുക, നരേന്ദ്രമോദി, അദ്ദേഹത്തിന് 76 വയസ്സായി. അദ്ദേഹം പ്രോപ്പറായിട്ട് കല്യാണം കഴിച്ചിരുന്ന മക്കളുണ്ടെങ്കിൽ അയാളുടെ കൊച്ചുമക്കൾ, നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഒരു ഗ്രാൻഡ് പേരൻസിനും കൊച്ചുമക്കളും തമ്മിലുള്ള വ്യത്യാസം. അവരെന്താണ് ചിന്തിക്കുന്നത്, ഗ്രാൻഡ് പേരൻസ് എന്താണ് ചിന്തിക്കുന്നത്, ഇത് മാത്രം എടുത്താൽ മതി. അപ്പം അവിടെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ മൈലേജ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കോൺഗ്രസിൽ ചില സംഭവങ്ങളുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾ, അവർ കോൺഗ്രസ്സിന് വലിയ ബാധ്യതയാണ്. കാരണം ഡൽഹി പൊളിറ്റിക്സ് അറിയാവുന്ന ഒരാളാണ് ഞാൻ കൃത്യമായിട്ട്. ഈ പറയുന്ന NCP, ശരത് പവാറിൻ്റെ പാർട്ടി, മമതാ ബാനർജി, അതേപോലെ തന്നെ പല ഘടകകക്ഷികൾ, ഇവർക്കൊക്കെ BJPയുമായിട്ടും RSSുമായിട്ടും ഈ പറയുന്ന മോദിയുമായിട്ടൊക്കെ വെൽ കണക്റ്റഡ് ആണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എനിക്കറിയാവുന്ന വസ്തുതയാണ്, ഈ പല നേതാക്കളാണെങ്കിലും
ഇവരെല്ലാം ഒരു RSS വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ RSS വെൽ കണക്റ്റഡ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലെയും ആളുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ കൂടിക്കഴിഞ്ഞാൽ അവരൊരു കാരണവശാലും BJPക്കെതിരെയോ RSSനെതിരെയോ മോദിക്കെതിരെയോ ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പം നയിക്കുകയാണ്. അവർ നയിക്കാൻ സമ്മതിക്കത്തില്ല. അവർ 100 കാര്യങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞ് ഈ രാഹുൽ ഗാന്ധിയെ പിടിച്ച് വിരട്ടുകയാണ്. അതിനനുകൂലമായിട്ട് നിൽക്കുന്നയാളാണ് ഈ പറയുന്ന വേണുഗോപാൽ. അതായത് ജെൻസിക്കാരെ മനസ്സിലാക്കുക. ഈ പഴയ പോലെ അതാ ഞാൻ ഈ പറയുന്ന പഴയ നിങ്ങൾ ഈ പറയുന്ന സംഭവമല്ല ഇത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യ എങ്ങനെ പോകണം, ഇന്ത്യ എങ്ങനെ കൊണ്ടുപോകണം, അവരുടെ നേതാവായിരിക്കണം. ഞാനോ എൻ്റെ പേരൻസ് അതിന് മുമ്പുള്ള തലമുറയൊക്കെ അവരുടെ ഹീറോ എന്ന് പറഞ്ഞ് എൻ്റെ ഉൾപ്പെടെ തലമുറയുടെ ഹീറോ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. പക്ഷേ ഇന്നത്തെ ജെൻസിയുടെ ഹീറോ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജി അല്ല, ജവഹർലാൽ നെഹ്റു അല്ല, മോദിയെ അവർ കണക്ക് പോലും കൂട്ടിയിട്ടില്ല. കാരണം എഡ്യൂക്കേറ്റഡ് അല്ല. കാരണം അയാൾ പറയുന്നത് ടെലിപ്രോംപ്റ്ററിലാണ്, തത്ത പറയുന്ന പോലെ ഓരോ വന്ന് മറ്റുള്ളവർ എഴുതി കൊടുത്തു പറയുന്നു. ഇത് ഞാൻ പറഞ്ഞല്ല, അവർ തന്നെ പറഞ്ഞത്. അവർ കാണുന്നത് ഭീംറാവു അംബേദ്കറെയാണ്. അദ്ദേഹം പറയുന്ന സന്ദേശങ്ങളാണ്. കാരണം ഒരു കാര്യം പറയാം, ഗാന്ധിജി പറയുന്നു, അംബേദ്കർ പറഞ്ഞു, ഭയങ്കര വ്യത്യാസമാണ്. അംബേദ്കറിൻ്റെ വരവാണ് ഉണ്ടായേക്കുന്നത്. ഇപ്പം ജാർഖണ്ഡിൽ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഒരു അംബേദ്കറിൻ്റെയും ഈ പറയുന്ന ഷിബു സോറൻ്റെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ജന്തർ മന്ദറിൽ മുഴുവൻ അംബേദ്കറായിരുന്നു. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണമെന്ന് പറയുന്ന അംബേദ്കർ പറഞ്ഞ ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഇന്ത്യ, അംബേദ്കർ ജാതി മതത്തിനെതിരെ പറഞ്ഞ ഇന്ത്യ, ആ ഇന്ത്യയാണ് ഇന്നത്തെ ജെൻസിക്ക് താല്പര്യം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം അംബേദ്കർ റാം റഹീം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു മതത്തെയും പറ്റിയും പറഞ്ഞിട്ടില്ല. ഗാന്ധിജി പറഞ്ഞ റാം റഹീം മതം ഈ സംഭവങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം അത് മനസ്സിലാക്കുക. ജെൻസിക്ക് മതമില്ല, ജാതിയില്ല, ഉച്ചനീചത, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതാണ് പറഞ്ഞത്. പശുവില്ല, ചാണകമില്ല, മൂത്രമില്ല. ഇതൊക്കെ അവർ തട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു. അപ്പം അതിനെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഡീൽ ചെയ്യുന്നത്? ഇതാണ് നമ്പർ 1 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് ബേസിക്കലി ഡീൽ ചെയ്യേണ്ടത്. 70-75 വയസ്സുള്ള 60-65 വയസ്സുള്ള ഒരു ഇന്ത്യയിലുള്ള ഒരു കോൺഗ്രസ് പൊളിറ്റീഷ്യൻ ഇത് മനസ്സിലാവത്തില്ല. കാരണം അവരെപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിലാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം പ്രശാന്ത് കിഷോർ, അതായത് ബന്ദിപ്പൂരിൽ ജയിച്ചു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയുന്നത് ഇത് BJPയുടെ ആളാണ്. ഇതാണ് ഇപ്പോഴത്തെ ജെൻസി തള്ളിക്കളയാൾ BJPയുടെ ആളല്ല. അയാളെ തോൽപ്പിച്ച അയാളുടെ മേജർ കണ്ടൻഡർ ആരാ? BJP, RSS. അതേപോലെ തന്നെ അയാൾ തോൽപ്പിച്ചതാരാണ്? RJD. ഇതാണ് കാരണം. ഇന്നത്തെ ജെൻസി തലമുറ എന്ന് പറയുന്നത് മോദിക്കെതിരെയും BJPക്കെതിരെയും മാത്രമല്ല, അവർ RSSനെതിരെയാണ്. അതാണ് ഇൻസ്റ്റയിൽ നിങ്ങൾ നോക്കുക. അതേപോലെ ആൾക്കാരുടെ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. ഞാൻ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും RSSനെ ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ദളിത് സ്റ്റുഡൻസ് ആണ്. അതിൽ ഹിന്ദു അപ്പർ കാസ്റ്റുള്ളവരാണ് ഏറ്റവും ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത. കാര്യം എന്താ? മുസ്ലിങ്ങളല്ല. എന്താ ക്രിട്ടിസൈസിൻ്റെ കാരണം? കാരണം അവരാണ് ഈ ഇന്ത്യയുടെ ഇത്രമാത്രം നാശമുണ്ടാക്കിയത്. അതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരു വലിയ പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും RSSുമായിട്ട് ഒരു രീതിയിലുമുള്ള ഒരു പാച്ചപ്പിന് ശ്രമിക്കരുത്. പല കോൺഗ്രസ് ലീഡേഴ്സും പലയിടത്തും വിജയിക്കുന്നത് ചിലയിടത്തൊക്കെ RSSുമായിട്ടുള്ളൊരു ബന്ധവും വോട്ടിങ്ങും പരിപാടിയൊക്കെയുണ്ട്. അത് നിർത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി എടുക്കേണ്ട ആദ്യത്തെ നടപടി. അതേപോലെ തന്നെ ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം, BJP, RSS, ഇത് സംഭവം അത് കട്ട് ഓഫ് ചെയ്യുക. അതായത് ഇന്ത്യയുടെ ട്രെൻഡ് മാറി മോദിക്കെതിരെയും BJPക്കെതിരെ RSSനെതിരെയാണ് ഇന്ത്യയുടെ ജെൻസിയുടെ ട്രെൻഡ്. അതിൻ്റെ കൂടെ നിൽക്കാൻ പഠിക്കണം. അല്ലാതെ അൾട്ടിമേറ്റ്ലി RSSനോട് ചോദിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്.
അതായത് ഗെയിം ചേഞ്ചറാണ് ഇന്ത്യയിൽ ഉണ്ടായേക്കുന്നത് ജെൻസി മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിലോട്ടാണ് പോകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടു കാണും, ജാർഖണ്ഡിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ അവിടെ ഫീസുമായിട്ട് ബന്ധപ്പെട്ടു ആ യൂണിവേഴ്സിറ്റിയിൽ സെൻട്രലിൻ്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ആദിവാസി സ്റ്റുഡൻറ്റ്, ആ കമ്മ്യൂണിറ്റി ലീഡറാണ്. അവിടുത്തെ കോളേജിൻ്റെ വൈസ് ചാൻസലർ വന്നു, വലിയ അപ്പർ കാസ്റ്റ് വലിയ സംഭവമായിട്ട് മുമ്പിൽ നിന്നു. ആലോചിച്ച് നോക്കുക, ആ ലീഡർ എണ്ണിച്ച് പറയുകയാണ് താഴെ ഇരുന്ന് അവരുടെ കൂടെ സംസാരിക്കാൻ. അതാണ് ചേഞ്ചിങ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക. ടീഷർട്ട് ഇട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. ജെൻസിയുടെ ഫീലിംഗ് മനസ്സിലാക്കുക. അവർ പറയുന്ന ഇന്ത്യ മനസ്സിലാക്കുക. അവർ പറയുന്നൊരു ഗ്ലോബൽ ഓർഡർ ഉണ്ട്, അത് മനസ്സിലാക്കുക. അതിനനുസരിച്ചായിട്ടാണ് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തീരേണ്ടത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എവിടെ എത്താൻ പോകുന്നില്ല, കോൺഗ്രസ് എവിടെയും ഉണ്ടാവുകയില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം, ഒരു റീസൺ പറയാം. കഴിഞ്ഞ 12 വർഷമായിട്ട് കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് CJP നടത്തിയ പോലെ നടത്താൻ പറ്റിയിട്ടുണ്ടോ? ഇത്രമാത്രം കോൺഗ്രസിന് ഇന്ത്യയിൽ എല്ലായിടത്തും PCCയും പാർട്ടിയും അണികളും ഒക്കെ ഉണ്ട്. നടത്താൻ പറ്റിയിട്ടുണ്ടോ? നടത്താൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ? അത് BJPക്ക് പോലും നടത്താൻ സാധിക്കത്തില്ല. അതാണ് ജെൻസിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അവർ വന്നു, അവരുടെ കാര്യം അവർ നടത്തി, അവർ തിരിച്ചു പോയി. അവരൊരു വലിയ ഗ്രൂപ്പായിട്ട് ഇന്ത്യയെ മാറുകയാണ്. അതറിഞ്ഞ് ഇന്ത്യ ചേഞ്ച് ചെയ്യുകയാണ്. മോദിയുടെ ഇന്ത്യ ജെൻസിക്ക് താല്പര്യമില്ല. ജനാധിപത്യ ഇന്ത്യയാണ് അവർക്ക് താല്പര്യം. പ്രോസ്പെറസ് ഇന്ത്യയാണ് അവർക്ക് താല്പര്യം. അല്ലാതെ ഹിന്ദുത്വ ഇന്ത്യ എന്ന് പറഞ്ഞ സാധനം ഈ ജെൻസി പ്രൊട്ടസ്റ്റോടുകൂടി ഇന്ത്യയിൽ വെടിതീർന്നു. കൃത്യമായിട്ട് RSSന് സന്ദേശം കിട്ടി. അതാണ് ഇതിൻ്റെ അകത്തും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മനസ്സിലാക്കേണ്ടത്. സോഫ്റ്റ് ഹിന്ദുത്വ പോലും ഇന്ത്യയിലെ പൊളിറ്റിക്സിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. മതേതര ഇന്ത്യയോടാണ് ഈ പറയുന്ന ജെൻസിക്ക് താല്പര്യം. ഈ ജെൻസിയുടെ താല്പര്യം ഒരു ഗ്ലോബൽ ഇന്ത്യൻ എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ റീജിയണൽ ഇന്ത്യ, ഇന്ന ഭാഗം, മദ്രാസ്, നോർത്ത് അവർക്കത് താല്പര്യമേ ഇല്ല. ഇതാണ് ഇന്ത്യയുടെ ചേഞ്ചിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്.